നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? എത്ര നേരം ഇവള് നിന്നെ കിടന്ന് വിളിക്കുന്നു. സച്ചിയെ കണ്ടിട്ട് ഉടനെ വിളിക്കാന്നല്ലേ പറഞ്ഞേ? എന്റെ അമ്മയും എന്റെ ഫോൺ ചാർജ് ഇരുന്നിട്ട് ഓഫായി പോയി. സ്നേഹയുടെ ഫോണാണെങ്കിൽ എടുത്തുമില്ല. പിന്നെ എന്തായാലും ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ, അതുകൊണ്ടാ പിന്നെ വേറെ ഒരിടത്തൊന്നും വിളിക്കാതിരുന്നത്. എന്തായി? സച്ചിയെ കണ്ടോ? അവൻ എന്താ പറഞ്ഞത്? എന്തൊക്കെയാ മോനെ കേൾക്കുന്നത്? ഇതൊക്കെ സച്ചി ചെയ്തതാണോ? അവൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. പോലീസുകാർ അവനെ കള്ളക്കേസിൽ കുടുക്കിയതാ, എനിക്ക് ഉറപ്പുണ്ട്. മോനെ, ഏതെങ്കിലും ഒരു വക്കീലിനെ കണ്ട് നമുക്ക് അവനെ ഇന്ന് രാത്രി തന്നെ ഇറക്കണം. അമ്മേ, ഇന്നിനി ഈ രാത്രിയിൽ ഒന്നും നടക്കില്ല. സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന പോലത്തെ ഒരു കേസ് അല്ല ഇത്. കോടതിയിൽ നിന്ന് മാത്രമേ നമുക്ക് ജാമ്യം എടുക്കാൻ പറ്റൂ. എടാ, പോലീസുകാർക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? അവന് പറഞ്ഞുകൂടായിരുന്നോ അവനല്ലേ ഇതൊന്നും ചെയ്തെന്ന്? അല്ലെങ്കിൽ തന്നെ അവൻ എന്തിനാ അയാളെ കൊല്ലുന്നേ? ഈ അവന്തികയുടെ അമ്മ അവനും സച്ചിയായിട്ട് എന്താ ബന്ധം? പോലീസുകാര് ഏട്ടനെ കുടിക്കുക തന്നെയാ. എങ്ങനെയെങ്കിലും ഏട്ടനെ ജാമ്യത്തിൽ ഇറക്കണം. നീ കരയാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അല്ലാതെ സച്ചിയെ പോലീസുകാരുടെ കള്ളക്കേസിന്റെ പേരിൽ ജയിലിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. നീ അകത്തേക്ക് ഇവിടെ ഒന്നും കൂടുതൽ കരയണ്ട. ഇനിയിപ്പോ നമ്മൾ എന്താ മോനെ ചെയ്യേണ്ടത്? ഏതെങ്കിലും നല്ലൊരു വക്കീലിനെ തന്നെ കാണണം. നാളെ ആവട്ടെ. ഞാൻ സന്ദീപിനോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ മരിച്ചത് ശരിക്കും അവളുടെ അമ്മാവൻ തന്നെയാണോ? ആർക്കറിയാം. പോലീസ് പറയുന്നത് അത് അയാൾ തന്നെയാണെന്നാ. സച്ചിക്ക് അയാളോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു പോലും. ചാകേണ്ടിയിരുന്നത് അയാളല്ലായിരുന്നു, ആ അവന്തികയായിരുന്നു. അവളങ്ങ് ചത്തിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. നീ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്കുക, എനിക്ക് നല്ല വിശപ്പുണ്ട്. അമ്മേ, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? സച്ചിയുടെ സമതലം ആകെ തെറ്റിയിരിക്കുന്ന പോലെയാ എനിക്ക് തോന്നിയത്. അതെന്താ? അവനെന്ത് പറ്റി? അതെനിക്കും അറിയില്ല. പക്ഷേ അവൻ പറയുന്നത്